ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നമ്മളെ ഇഫ്താറിന്റെ പരിപാടി, ഓരോ സ്റ്റോറി എല്ലാവരും കൂടിയിട്ട് വിളിച്ചിട്ടുള്ള ഒരു പരിപാടി, ഇഫ്താറിന്റെ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ അൽഫൂസിൽ മറ്റേ ഫോൺ പാർക്ക് വെച്ചിട്ട് അൽഫൂസ് ഫോൺ പാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, മാക്സിമം എല്ലാവരും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സാഹചര്യത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യലും ഒക്കെ കാര്യങ്ങളായിട്ട് ഓരോരുത്തർക്ക് ഓരോ ടാസ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് കാണാം, പാർക്ക് പോകുന്നത്. ഓക്കെ കാണാം. ഓക്കെ ബൈ. തീർക്കാനല്ലേ കൊട്ടി നോക്കണം, അത് കൂട്ടിക്ക് ഏത് അത് വേണ്ട, മാറ്റിക്കോ. സാധനം മേടിച്ച് മൊത്തം ടീംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു ടീംസ് അപ്പുറത്തുണ്ട്. ഞങ്ങളിതപ്പോൾ കുറച്ച് ആൾക്കാർ സാധനം മേടിച്ചിട്ട് പോയിട്ടിരിക്കുക. ഇനി അവിടെ എത്തിയിട്ട് വേണം സെറ്റിങ്സ് ആവാൻ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒന്ന് പണിയെടുത്തടാ, എന്തെങ്കിലും ഒന്ന് പണിയെടുത്തോ. ആ ചെക്കന്മാര് പണിയെടുക്കണ്ടില്ലേ? ആ ഐശ്വര്യ ഇത് എടുക്ക്, ഞാൻ ഇരിക്ക്. എന്നെ കൊണ്ട് വീഡിയോ എടുക്കാനും പറ്റൂല, ഒരു പണി കൊടുക്കാണ്ട് വേർപ്പിന്റെ അസുഖം കണ്ടാടാ. ഇതൊക്കെ ആക്റ്റീവായി നിക്കണുണ്ടല്ലേ, ആക്റ്റീവായിട്ട് എന്തേലും ഒരു പണിയെടുത്തടാ. ഒന്ന് ചാമ്പിറ്റാ, ഒരു ടിഷ്യൂ കമ്മിറ്റി എടുത്ത് നിൻറിയ ഇതാ കണ്ട സാധനങ്ങളായിട്ട് ഓരോരുത്തർ പോവാണ്. ഇപ്പൊ നമ്മളീ പരിപാടി അടിപൊളിയാക്കാം. റെക്കോർഡറാട്ടാ, അതിന് പോലെ ഒന്നും പറയണില്ല കട്ട. അല്ലെങ്കിൽ ഇവിടെ ഞാൻ കാരണം എത്ര ഫാമിലി ഉണ്ട്, ഇന്നവരെ ആരെങ്കിലും ഒരാളെ ചോദിക്കണേ അവർ 30 ആൾക്കാർക്കുള്ള ഫുഡാണോ ഇതെന്ന്? അത് 30 ആൾക്കാർക്ക് തെയ്യൂലേ? ഒന്നുകൂടിയോ ഒരു ഞാൻ പറയാം റെഡി 1 2 3 സ്റ്റാർട്ട്. എന്ത് എന്താ? ഹായ് രാജക്ക് കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പെഷ്യല് നമ്മളെ റൂ ഹഫ്സ, പിന്നെ പാല്, ചക്കരമത്ത, കാഷ്യൂനട്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പവർ വരാണ്ട്. അതെ, പവറിന്റെ ആൾക്കാര് ടാങ്ക് അറിയില്ലേ? ടാങ്ക് കളിക്കടാ, ഒന്നും അറിയില്ലട്ടാ. വീണ്ടും ലാഭം. ആ കളറ് വരണം. സ്പീഡാക്കി വെള്ളം കുറവാണോ?
ജോലി അല്ല കമ്മി തമ്പാക്ക് അങ്ങനത്തെ ഇതിൽ എനിക്ക് താമസം കിട്ടണം. കിട്ടണം പല്ലൊക്കെ ജിലേബി കടിക്കാൻ മറ്റേ ജിലേബി കുറുക്കിന്റെ മുണ്ടൊക്കെ എടുത്തിട്ട് ബംഗാളികളെ എന്റെ വായിലെന്ത് ചെണ്ടുമല്ലി സഫ അങ്ങനത്തേനൊന്നും പോലടാ. കൊടുക്ക് മതി മതി. ടേസ്റ്റ് ഉണ്ടാ? ഇത് കലാമാണ്. കുടിച്ചിട്ട് പറടാ. അതെ കുടിച്ചിട്ട് ഓ ഇവിടെ മറത്തിട്ട് പറഞ്ഞേ നീ. ഞാനെ വരാളെ വൈഫ് പിന്നെ ജൗഹർ അജ്നു ഫാദംസ ജസീമിലെ വന്നതിന് മുതലേ സഫാനേട്ടാ. ആ വലിയൊരു കാര്യം ചെയ്ത്. എന്ത് എന്ത് ഇവിടെ ഓഫീസിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്വയർ വേണം, അത് റൗണ്ട് വേണം, അത് ഇങ്ങനെ വേണം. പോലീസ് പിടിക്കൂല ഇതിനൊന്നും. ഇല്ല ഇല്ല ഓഫീസ് തൽക്കാലം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. തൽക്കാലം ഏതെങ്കിലും ആക്കാറ്റോ? അത് പറഞ്ഞ ഐഡിയ ഇവർ എന്തുകൊണ്ട് എടുത്തില്ല? ഒന്നിലും ഒരു സിവിൽ എഞ്ചിനീയർ ആയാലും അത് പറഞ്ഞവർക്ക് ആർക്കും അറിയില്ല. വിദ്യാഭ്യാസം അറിയില്ല. പരാബോളയിലടക്കം ആർക്ക് വേണ്ടിട്ടാ? സഫാൻ എന്തുകൊണ്ട് അൽക്കൂസിനെ കുറിച്ചൊരു വാക്ക് ആർ യു ഹാപ്പി പറയണ? ആർ യു ഹാപ്പി? ഹാപ്പി ചിലപ്പോ ഈ ബ്ലോഗ് കൊണ്ട് ഇവര് ഡിപ്പോർട്ട് ചെയ്യും. ഇവര് ചെയ്യണ കാര്യങ്ങൾ ശരിയാണോ? പാതാ മുപ്പത്തൊന്ന് വയസ്സായി അവൻ 31 വയസ്സായി. 50 പ്രായമുള്ള ആൾക്കാരെ സ്വഭാവം കിടികിടി ആർക്ക് ഇവരെ കാണിക്കണേ? ഇവരാണോ അവൻ? കിടി 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 ആൾക്കാരെ കളിയാക്കുക. അസീമ് പറഞ്ഞത് അല്ലടാ വീണ്ടും സ്ഥലം മാറ്റിയാ? ഷിബിനെ കുറിച്ചിട്ട് അസീം പറഞ്ഞത്. അറിയാ പക്ഷെ എവിടെ എന്ത് പ്രവർത്തിക്കണെന്ന് അറിയില്ല. ഇൻഡയറക്റ്റായിട്ട് പൊട്ടെന്ന് വിളിച്ചതിനെ കാണാം. സഫാൻ എന്താ പറഞ്ഞേ? സഫാന്റെ അഭിപ്രായം, സഫാന്റെ ആഗ്രഹം പോലെ സഫാൻ നോമ്പായിട്ട് കൂസിന്റെ അഭിമാനം അർജുനെത്തി. വീഡിയോ എടുക്കണ കണ്ടിട്ട് ഒന്നുമില്ല, അല്ല ആദ്യമായിട്ടൊന്നുമല്ല. തീരെ അഭിനയിക്കണില്ല ഞങ്ങള്. ഈ ഓഫീസ് എന്ത് കാട്ടണത് വെച്ചിട്ട്? സഫാനിത് ഓക്കെയാണോ? അത്ര ചോദിക്കാനുള്ളൊക്കെ ഓക്കെയാണത്? ഡിസ്കസ്റ്റിംഗ് ഇത് ഓക്കെയാണ്. എടാ മാണു ചെക്കനക്ക് സപ്പോർട്ട്. സഫോന്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കുന്നില്ല ഇവിടെ. സഫാൻ ആഗ്രഹം പോലെ ഓക്കെയാണ്. അഫീസ് ഡിസൈൻ ആക്കിയത് അതെ. ഇതൊരു കളറ്, അതൊരു വേറെ കളറ്.
അല്ലടാ ഇതിന് ചിറ്റോറ ആൾക്കാര് അനക്ക് ഇരുന്ന് കാണിച്ചു തന്നെ വരുവാ. എടാ ഇയാള് കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണേ. ഫോണൊക്കെ എടുത്തിട്ട് ആ ഇരിക്കാൻ പറ്റണ്ടേ. ഫാദ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. ബുദ്ധി കൊടുത്ത് അതിന് പറ്റില്ല. പാരിസ് ലാപ്ടോപ്പ് ഓടുന്നുണ്ടാ? ലാപ്ടോപ്പ് ഓടുന്നുണ്ടാ? ഇന്നൊരു ഡിസൈൻ വരയ്ക്കും. ഞങ്ങള് സിവിലിയൻസ് എത്ര പറയണേ ഇതൊക്കെ. സിവിലിയൻസ് വേറെ അർത്ഥം ഉണ്ടായില്ലേ? ശരിക്കും എന്ത് പ്രശ്നം അവിടെ? ഇരിക്കണതിന്റെ ഡിസൈന് പ്ലാൻ ചെയ്യാൻ ഇവിടെ ഏറ്റവും വലിയ അവിടെ ഈ ഒരു തീരുമാനം എടുത്ത പിന്നെ ആരും ചോദ്യം ചെയ്യണം ഇവിടെ? ഇരിക്കണത് എങ്ങനെയും ഒന്ന് കൺഫേം ആക്കണം. അപ്പൊ അതിന് സഫാന് പറ്റണ്ടേ? ഓന്റെ ആഗ്രഹത്തിന് പറ്റില്ലേ? ഇതെന്താ ഇവിടെ ഗ്യാപ്പ്? പിന്നെ ഏതോ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെ തന്നെ വേണോ? സൈഡില് റാജിക്കിന്റെ ഐഡിയ, ഒരു സൈഡിൽ അഫീസിന്റെ ഐഡിയ. അതെല്ലാം നടക്കൂല. ഇത് അക്കഡസനാവും എത്തി ഇവിടെ ഏകദേശം. അക്കഡസനാവും അക്കിലും വല്ല ഐഡിയ ഉണ്ടായിരിക്കാനുള്ള. ഈ ഐഡിയ ആദ്യം പറഞ്ഞു കൊടുത്തത് അത് ഇവർക്ക് മനസ്സിലാവണം. ആർക്കും മനസ്സിലാവാത്തത്? ആർക്കും മനസ്സിലാവണം. ആർക്കും മനസ്സിലായി? ഫാദിര എന്റെ ഐഡിയ ഞാനൊന്ന് ഓക്കെയാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇരിക്കണത് എന്നുള്ളത്. അഭിപ്രായം അപ്പൊ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ചോദിച്ചേ. അപ്പൊ പറഞ്ഞ അല്ല അങ്ങനല്ല, വട്ടത്തിലാണ് ഇരിക്കുന്നത്. അല്ലല്ല, ഇയാണ് നേരത്തെ ഐഡിയ മാറ്റിയത്. ഞാൻ ചോദിച്ചാൽ എന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണല്ലേന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്ന് കാണിച്ചു കൊടുത്ത്. അപ്പൊ അങ്ങനെയല്ല, പിന്നെ എങ്ങനെ പിരിക്കുക? പാദംസ കാര്യമായിട്ട് ആക്റ്റീവ് ആട്ടാ അതില് ഈ കാര്യത്തില്. എന്ത് എടാ മാറൊക്കെയുണ്ട്. എടാ കൊടുക്കണണ്ട്. ജോറും കിട്ടി തിരിഞ്ഞിട്ട് പോയിക്കോ. അവിടെ വെക്കാൻ സമയായ. എടാ ചെക്കനക്ക് വെക്കാൻ സമയ. അത് വെക്കട്ടെ വെക്കട്ടെ. ആദ്യം വേണ്ടിയെന്ന് ചോട്ടാ. ഓഫീസിന് സാധനം മേടിച്ചേക്കല ആദ്യം വേണ്ടിയത്. ഞാഷ്മി ഒന്നുണ്ട്, വെറുതെ ചീത്ത കേക്കണ്ട. അത് ഫോട്ടോ വേണ്ടിട്ട് തിരക്കിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അത് ഓഫീസ് ആൾക്ക് നല്ല കൊടുക്കണം. ഇവർക്ക് കാറ്ററിങ്ങിന് ഒരു പരിചയല്ലേ? ഇരുന്നിട്ട് ദിക്കുന്ന സ്ഥലത്തൊന്ന് ചെല്ലിക്കോട്ടെ. അതല്ല സെറ്റി സെറ്റി നല്ല നാടൻ ആക്റ്റീവ്. രണ്ട് വാക്ക്. സന്തോഷം. അടിപൊളി പരിപാടി. അൽക്കൂസിന്റെ അഭിമാനം അജ്ജിന് പറയൂ രണ്ട് വാക്ക്. അതെ, ക്ലാസ് ഉണ്ടോ? ഡൽഹി വാല മുഹമ്മദ് കാ സർബത്ത്. നോമ്പുതൂറ സെറ്റായി. ഇതെല്ലാരും ഉണ്ട്. ഹലോ
ഗായ്സ് അങ്ങനെ നോമ്പ് ദൂരം സെറ്റ് ആയത് എല്ലാരും ഫുഡ് കഴിക്കാണ്. അയ്യോ ക്യാമറ ഏത് സാധനം വിളിച്ചെന്നാ എങ്ങനെയുണ്ട്? ഡൽഹി സ്പെഷ്യൽ സാധനം. ഡൽഹിയാ? അജിനെന്താ പറയാ? ഒന്നും പറയണില്ലല്ലോ ഇന്ന്. മനസ്സ് നിറഞ്ഞ അങ്ങനെ നോമ്പ് പറഞ്ഞ ഞങ്ങള് ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ മെയിൻ ഫുഡിന്റെ കോഴ്സ് ഞങ്ങൾ അല്പ സമയത്ത് ഞങ്ങൾ സെറ്റാക്കും. ബിരിയാണി കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. ഫൈനൽ ഘട്ടത്തില് ആദ്യമായി നമ്മൾ ദമ്മ് പൊട്ടിച്ചു. ദമ്മ് എവിടെയായിരുന്നു? ജസീം അത് പഴയ അഷറഫ് ഖാന്റെ ശിഷ്യനായിട്ടുള്ള ജസീമാണ് കരുതാക്കല്. സത്യത്തില് ഏതേലും ഒന്ന് ഏറ്റെടുത്താ മതി. ഇവ എങ്ങനെയാലും കമ്മിറ്റിക്ക് നഷ്ടാ. ചിക്കനോ ഡാഡിയുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഡാഡിയുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഡാഡിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറ. അമേസിംഗ് എന്ന് പറയാ അവര്. ബിരിയാണിയുടെ സ്മെല്ല് അടിപൊളി ബിരിയാണി മസാല പടച്ച് നമ്മളെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഫുഡ് അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും ഉണ്ട്. ഓക്കെ എത്ര ഒരു വെപ്പേര ലുക്ക് ഉണ്ട് ഷിബി നിനക്ക്? ഒരു വെപ്പേര ലുക്ക് ഉണ്ട് എനിക്ക്. ഈ ആണോ കുക്ക് ചെയ്ത്? അല്ലല്ല ഈ അല്ല അല്ലല്ല ആണെന്ന് പറഞ്ഞോ? റെസ്റ്റോറന്റ്. ഓക്കെ ഈ പ്ലേറ്റ് കിട്ടുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവര് ഇവിടുത്തെ തെറിച്ചില്ല, അവര് ഹായ് പോയി എനിക്ക്. ആ പ്ലേറ്റിന്റെ തലത്ത് പൊട്ടിച്ചോ എന്നിട്ട് അവർക്കരെ കൊടുക്കാം. ഡാഡിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് 2 വാക്ക് പ്ലീസ്. ഈ സന്തോഷവേളയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്യണ ഞങ്ങളെ ഗ്ലാഡിനെയാണ്. ഓക്കെ ഗ്ലാഡ് പിന്നെ ഞങ്ങളെ മലേഷ്യ ടീം അടുത്ത കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് പറയാൻ പറഞ്ഞവര്. പിന്നെ ഞങ്ങള് ഖത്തർ ടീംസിന് സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്ന് വേണ്ട 2 വാക്ക് നല്ല നോമ്പ് ഭക്ഷണം അടിപൊളി. അതെ എന്താ പെട്ടെന്ന് ജസീമർ 2 വാക്ക്. അടിപൊളി പരിപാടി. ഭക്ഷണമൊക്കെ സെറ്റ്. കുറെ ദിവസമായി ഇങ്ങനെ നല്ല ബിരിയാണി കഴിച്ചിട്ട്. ഭക്ഷണം അടിപൊളി സൂപ്പർ പരിപാടി. അപ്പൊ ബൈ പറഞ്ഞു. ഓക്കെ പരിപാടി